ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ തമിഴ്നാട്ടിൽ എല്ലാവരും കണ്ട പോലെ തന്നെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള YPSൻ്റെ ബാലറ്റ് ജൂലൈയിൽ വീണ്ടും തുറക്കുന്നുണ്ട്. അപ്പോൾ 2025 2 തവണയാണ് ഉള്ളത്. ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു, അത് ഫെബ്രുവരിയിലത്തത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് ജൂലൈ 22-നാണ് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റിന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസമേ ഉള്ളൂ. അതായത് 24 ജൂലൈന് അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 22-ാം തീയതി YPSൻ്റെ ബാലറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ആ YPSന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ YPSന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇതിന് അപ്ലൈ ചെയ്യാം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. പിന്നെ പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇതിനുള്ള അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പ്രായപരിധി 18 മുതൽ 30 വരെയാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഉള്ളവർക്കും എന്താക്കാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വേണം. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു ഇന്ത്യൻ സിറ്റിസണിനാണ് ശരിക്കും ഇതിനുള്ള അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്കീമുള്ളത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു എന്താ പറയുക ബെനിഫിറ്റാണ്. കാരണം 2 വർഷത്തേക്ക് UK വന്നിട്ട് നിങ്ങൾക്ക് താമസിക്കുകയോ വർക്ക് ചെയ്യുകയോ ട്രാവൽ ചെയ്യുകയോ എന്തിനും വേണമെങ്കിൽ ചെയ്യാം. അതായത് അപ്പോൾ UK തൊട്ട് 2 വർഷത്തോട്ടുള്ള വിസയാണ് ബാലറ്റ് പോലെ കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് വെറും ഒരു ലോട്ടറി അടിക്കുന്ന പോലെ ആയിരിക്കും. അതായത് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് അഥവാ അതിൽ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പാസ്സായി നിങ്ങളത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിസയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വിസയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ 2350 പൗണ്ട് അങ്ങനെ എന്തോ ആണ്. അതായത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ നാട്ടിൽ അക്കൗണ്ടിൽ സേവിങ്സ് ആയിട്ട് കാണിക്കുക. അത്രയൊക്കെ ഉള്ളൂ ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിലവും പിന്നെ നിങ്ങൾക്ക് വിസ എടുക്കാനുള്ള ചിലവ്, അങ്ങനത്തെ ചെറിയ ചെറിയ ചിലവുകൾ ഏകദേശം ഒരു 2-3 ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് UK എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ആരും കളയാതിരിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ പുതിയതായിട്ടൊരു താമസിക്കാൻ വന്ന ഒരാൾ ഇതേപോലെ യങ് പ്രൊഫഷണൽ സ്കീമിൽ ബാലറ്റിൽ അയാൾ സക്സസ്ഫുള്ളായി വിസക്ക് അപ്ലൈ ചെയ്തു, അങ്ങനെ കയറി വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പിന്നെ നല്ല എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ വർക്ക് ചെയ്യുകയോ ഏതെങ്കിലുമൊക്കെ നല്ല റിലേറ്റഡ് ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും മറ്റു ജോബുകൾ നോക്കിയിട്ട് അങ്ങനെ ആ ജോബിൽ നിങ്ങൾക്ക് എന്താവാം, നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാം. 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോവാം. അല്ല അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ കണ്ടിന്യൂയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ഏകദേശം 3000 ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇതിലോട്ട്. അതായത് 2025 3000 പേരെയായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ബാലറ്റ് കഴിഞ്ഞു. 2025 ഫെബ്രുവരിയിൽ അത് കഴിഞ്ഞു. ഇനി ജൂലൈയിലാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ജൂലൈ 22-നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ജൂലൈ 22 മുതൽ ജൂലൈ 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാം. ജൂലൈ 24-നുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നവർക്കൊക്കെ എന്താക്കാം, ഈ ഒരു വിസയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിക്കുക. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അപ്ലിക്കേഷൻ ഇടുക എന്നുള്ളത് മാത്രമാണ്. അപ്ലിക്കേഷൻ ഇട്ട് നമ്മൾ അഥവാ സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാം, നേരെ UK കയറി വരാം. അപ്പോൾ UK കയറി വരുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് 18 വയസ്സ് തികഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അതും കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 18 ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കും വേണ്ട. അതായത് UK വരാനുള്ള സമയത്ത്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയത്ത് 18 ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഡിഗ്രി മസ്റ്റാണ്. പിന്നെ 18 to 30 വയസ്സുമാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്, പ്രധാന മാനദണ്ഡങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇത് സെലക്ട് ആയി കഴിഞ്ഞാലാണ് ബാക്കി ഉള്ള പ്രൊസീജിയേഴ്സൊക്കെ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലെ സേവിങ്സ് കാണിക്കുക എന്നുള്ളതും, പിന്നെ വിസക്ക് അപ്ലൈ ചെയ്യുക, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് എന്താകുക, ഈ ഒരു താഴെ കൊടുത്ത ലിങ്കിൽ പോയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ബാക്കിയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ Instagram ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, പിന്നെ ഇത് സൈഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടവർക്ക് അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈയും കാര്യങ്ങളൊക്കെ സമയമെടുത്തിട്ടാണെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു കോണ്ടൻ്റാണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട്
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അറിയുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഇത് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണെന്നുണ്ടെങ്കിലും വർക്ക് വിസയിലാണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാഷ് ചിലവും അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസ് ആരും മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.